ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 6ാമത്തെ ചാപ്റ്ററായ ഊർജ്ജ സ്രോതസ്സുകളുടെ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി മുതലാണ് അതിനു മുന്നേയുള്ള ഭാഗങ്ങളായ ഇന്ധനങ്ങൾ, ഇന്ധനങ്ങളുടെ ഉപയോഗങ്ങൾ, ഇന്ധനങ്ങളുടെ ഉറവിടം, ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ, ജലവൈദ്യുതി എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി മുതൽ തുടങ്ങാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. കാറ്റിൽ നിന്നും വൈദ്യുതി. കടലാസ് അല്ലെങ്കിൽ ഓല ഉപയോഗിച്ച് ഒരു പങ്ക നിർമ്മിക്കൂ. ചിത്രത്തിൽ നമുക്ക് ഓലപ്പമ്പരം കാണാം. നിങ്ങൾ ഉണ്ടാക്കിയ പങ്കയുമായി പുറത്തേക്ക് ഇറങ്ങി നിൽക്കൂ. പങ്ക കറങ്ങുന്നുണ്ടോ? കാറ്റടിക്കുകയാണെങ്കിൽ ഓലപ്പമ്പരം കറങ്ങുമല്ലേ? എപ്പോഴാണ് പങ്ക നന്നായി കറങ്ങുന്നത്? നല്ല കാറ്റടിക്കുമ്പോൾ പങ്ക നന്നായി കറങ്ങുന്നു. കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് മിൽ. വിൻഡ് മില്ലിന്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു. ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. വിൻഡ് മില്ലിന്റെ പ്രവർത്തനം എക്സാമിന് ചോദിക്കാം. വിൻഡ് മില്ലിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? വിൻഡ് മില്ലിന്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ടർബൈൻ കറങ്ങുന്നു. ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. കേരളത്തിൽ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത്? എന്തുകൊണ്ടായിരിക്കാം? ഇവിടങ്ങളിൽ ദിവസത്തിൽ മിക്ക സമയവും ശക്തിയുള്ള കാറ്റ് ലഭിക്കുന്നതാണ്. ഇതുകൊണ്ടാണ് ഈ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം. മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ രൂപമാണ് കാറ്റ്. സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിന്റെ ശക്തി ഉപയോഗിക്കുന്നു. കൊടുങ്കാറ്റിന് വളരെയധികം ഊർജമുള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനാവും. മുന്നറിയിപ്പുകൾക്കനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കാനാവും. കാറ്റിൽ നിന്നുള്ള വൈദ്യുതി നോക്കിക്കഴിഞ്ഞു. ഇനി സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജം നോക്കാം. പുറത്ത് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റീൽ പാത്രം വയ്ക്കുക. കുറച്ചു കഴിഞ്ഞതിനു ശേഷം പാത്രം തൊട്ടു നോക്കൂ. എന്തനുഭവപ്പെടും? പാത്രത്തിൽ ചൂട് അനുഭവപ്പെടും. എന്താണ് അനുഭവപ്പെട്ടത്? ചൂട് അനുഭവപ്പെട്ടു. കാരണം എന്ത്? പാത്രത്തിൽ കിട്ടിയ സൂര്യപ്രകാശത്തിന്റെ ചൂടുകൊണ്ട് പാത്രവും ചൂടായി, അല്ലേ? പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാലോ? വെള്ളം ഒഴിച്ചാൽ വെള്ളവും ചൂടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗപ്പെടുത്തുന്നത്? ഏതെല്ലാം രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത്? വസ്തുക്കൾ ഉണക്കുന്നതിന്, വിറക് നന്നായി കത്തിക്കാനായി ഉണക്കിയെടുക്കുന്നതിന്, അണുനാശനം ചെയ്യാൻ, പിന്നെയും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എഴുതി ചേർക്കാവുന്നതാണ്. സൗരോർജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററുകളും. അവിടെ സോളാർ കുക്കറിന്റെയും സോളാർ വാട്ടർ ഹീറ്ററിന്റെയും ചിത്രം തന്നിട്ടുണ്ട്. അടുത്തു നോക്കൂ. താഴെ കാണുന്ന ചിത്രത്തിലെ ഉപകരണങ്ങളെ തിരിച്ചറിയൂ. ഏതൊക്കെ ഉപകരണങ്ങളാണത്? ചിത്രം 6.20. ഏതാണ്? കാൽക്കുലേറ്റർ. അടുത്ത ചിത്രം സോളാർ തെരുവ് വിളക്ക്. അടുത്ത ചിത്രം സോളാർ എമർജൻസി ലാമ്പ്. ഇവയ്ക്ക് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇവയിലുള്ള സൗരോർജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നത് മൂലമാണ് ഇവ പ്രവർത്തിക്കുന്നത്. സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് സോളാർ പാനൽ എന്ന് നോക്കാം. സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ. അവയുടെ നിരകളാണ് സോളാർ പാനൽ. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാളികളാണിവ. അടുത്തത് വൈദ്യുത വാഹനങ്ങൾ. പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും, അല്ലേ? അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? എന്തൊക്കെ പ്രത്യേകതകളാണ് ആ വാഹനങ്ങൾക്കുള്ളത്? എന്തൊക്കെയാണ്? മലിനീകരണം കുറവാണ്, ചിലവ് കുറവാണ്, ശബ്ദം കുറവാണ്, പരിപാലന ചെലവ് കുറവ്, സൗരോർജ്ജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ഇതൊക്കെയാണ് അവയുടെ മേന്മകൾ. നമ്മുടെ നാട്ടിൽ ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട വൈദ്യുത വാഹനങ്ങൾ ഉണ്ടെന്ന് നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതിയാലോ? ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് ഓട്ടോറിക്ഷ, ഇലക്ട്രിക് കാർ, ഇലക്ട്രിക് ബസ്, ഇലക്ട്രിക് ട്രെയിൻ. ഇതെല്ലാം എഴുതാവുന്നതാണ്. പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഊർജ സ്രോതസ്സുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളാണ്. ഒരിക്കലും തീർന്നു പോകില്ല. അതാണ് അവയുടെ പ്രത്യേകത.
സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ അഥവാ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് അറിയപ്പെടുന്നു. ഈ ഊർജ സ്രോതസ്സുകൾ വായുമലിനീകരണം ഉണ്ടാക്കുന്നില്ല. അതാണ് ഇവയുടെ പ്രാധാന്യവും. കൊച്ചിൻ എയർപോർട്ട് പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ പാനലുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ സൗരോർജ പാനൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് കൊച്ചിൻ എയർപോർട്ട്. അടുത്തു നോക്കാം ബയോഗ്യാസ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ്. അപ്പോൾ ബയോഗ്യാസ് ഒരു വാതക ഇന്ധനമാണ്. നമ്മുടെ സ്കൂളുകളിലും വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ബയോഗ്യാസ് പ്ലാന്റ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ? മാലിന്യ നിർമ്മാർജ്ജനം, ഊർജ ഉൽപാദനം, വളലഭ്യത, കുറഞ്ഞ മലിനീകരണം. ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തന രീതി കണ്ടു മനസ്സിലാക്കൂ. താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഊർജോൽപാദനത്തിനുള്ള വ്യത്യസ്ത വഴികൾ നാം പരിചയപ്പെട്ടല്ലോ. ഇതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇതുകൊണ്ട് മാത്രം നമ്മുടെ ഊർജ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമോ? ഇതുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുമോ? ഇല്ല. പുതിയ ഊർജ സ്രോതസ്സുകൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എങ്കിൽ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തന രീതി ഒന്ന് നോക്കാം. വീട്ടിലേതടക്കമുള്ള ജൈവമാലിന്യങ്ങളിൽ നിന്നും ഇന്ധനം ഉണ്ടാക്കാനുള്ള സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ്. ഇത് മാലിന്യ നിർമ്മാർജ്ജനം സാധ്യമാക്കുന്നത് കൂടാതെ പാചകവാതകം, വളമായി ഉപയോഗിക്കാവുന്ന സ്ലറി എന്നിവയും ഉണ്ടാക്കാൻ സഹായിക്കുന്നു. 5 അംഗങ്ങൾ ഉള്ള ഒരു കുടുംബത്തിന് പ്രതിദിനം 2.5 കിലോഗ്രാം ജൈവമാലിന്യം നിക്ഷേപിക്കാൻ കഴിയുന്ന 0.5 ഘനമീറ്റർ വ്യാപ്തിയുള്ള ഒരു യൂണിറ്റ് ബയോഗ്യാസ് പ്ലാന്റ് മതിയാകും. ശരാശരി 1 മണിക്കൂർ ഗ്യാസ് അടുപ്പ് കത്തിക്കാനുള്ള ബയോഗ്യാസ് ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാം. ജൈവമാലിന്യത്തിൽ നിന്നും ഓക്സിജന്റെ അഭാവത്തിൽ പ്രവർത്തിക്കുന്ന ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായാണ് ബയോഗ്യാസ് ഉണ്ടാകുന്നത്. ചാണകം, അടുക്കളയിൽ നിന്നുള്ള മാലിന്യം തുടങ്ങിയവ ബയോഗ്യാസ് പ്ലാന്റിന്റെ ഇൻലെറ്റ് വഴി ഡൈജസ്റ്റിൽ നിക്ഷേപിക്കണം. മാലിന്യം ചെറുതായി അരിഞ്ഞ് 1 കിലോഗ്രാമിന് 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ പ്ലാന്റിൽ ഒഴിക്കുക. വാട്ടർ ജാക്കറ്റിൽ കൊതുക് വളരാൻ സാധ്യത ഉള്ളതിനാൽ കൊതുക് വല കൊണ്ട് മൂടി വയ്ക്കണം. പുറത്തു വരുന്ന സ്ലറി ഒരു പാത്രത്തിൽ ശേഖരിക്കാം. ഇതിൽ 3 ഇരട്ടി വെള്ളം ചേർത്ത് പച്ചക്കറി വിളകൾക്കും ചെടികൾക്കും വളമായി ഉപയോഗിക്കാം. മുട്ടത്തോട്, ചിരട്ട, ഓറഞ്ച്, നാരങ്ങ, ഡെറ്റോൾ, സോപ്പ് വെള്ളം, തടിക്കഷ്ണം എന്നിവയൊന്നും ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കരുത്. ഇങ്ങനെയാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഊർജോൽപാദനത്തിനായി ഉപയോഗിക്കുന്ന മറ്റു മാർഗങ്ങൾ കൂടി നോക്കാം. തെർമൽ പവർ സ്റ്റേഷൻ, താപവൈദ്യുത നിലയം. ഇന്ധനങ്ങൾ കൽക്കരി, ഡീസൽ, നാഫ്ത, ലിഗ്നൈറ്റ് ഇവയിൽ ഏതെങ്കിലും കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. എന്നിട്ട് നീരാവിയുടെ ശക്തി കൊണ്ട് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്നത്. ഊർജമാറ്റം രാസോർജം താപോർജമായും, താപോർജം യാന്ത്രികോർജമായും, യാന്ത്രികോർജം പിന്നീട് വൈദ്യുതോർജമായും മാറുന്നു. നിങ്ങൾ ഇതെല്ലാം പഠിച്ചു വെച്ചേക്കുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. ഊർജോൽപാദനത്തിനായി ഉപയോഗിക്കുന്ന ചില മാർഗങ്ങൾ കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മനസ്സിലാക്കി വെച്ചേക്കേണ്ടതാണ്. അപ്പോൾ കേരളത്തിലെ താപനിലകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. നിലയം, ജില്ല എന്ന് തന്നിട്ടുണ്ട്. 1 കായംകുളം ആലപ്പുഴ ജില്ലയിലാണ്. ബ്രഹ്മപുരം എറണാകുളം, കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. ഇന്ത്യയിലെ പ്രധാന താപനിലയങ്ങളിൽ ചിലതാണ് വിന്ധ്യാചൽ മധ്യപ്രദേശ്, നെയ്വേലി തമിഴ്നാട്, ദാദ്രി ഉത്തർപ്രദേശ്, രാമഗുണ്ടം തെലങ്കാന, കോർബ ഛത്തീസ്ഗഡ്, ഫറാക്ക പശ്ചിമ ബംഗാൾ. അടുത്തു നോക്കാം വേലിയോർജം, ടൈഡൽ എനർജി എന്ന് പറയും. വേലിയോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയെല്ലാം ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. അതിനാൽ ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. തിരമാലയിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള യാന്ത്രികോർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. 3 ഭൂതാപോർജം, ജിയോ തെർമൽ എനർജി. ഭൂമിയുടെ പുറം ഭാഗത്തിന്, അതായത് ക്രസ്റ്റ്, അതിനുള്ളിലുള്ള ചില ഭാഗങ്ങളിൽ മാഗ്മ ഉരുകിയ അവസ്ഥയിൽ ഉന്നത താപനിലയിലായിരിക്കും. ഇത് പാറയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കും. എന്നാൽ ഉപരിതലത്തിൽ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ ഉള്ളിലെ ജലവും ചേർന്ന് നീരാവിയായി പുറത്തേക്ക് വരും. ഇത്തരം ഭാഗങ്ങൾ ഹോട്ട്സ്പോട്ട് എന്നറിയപ്പെടും. ഭൂമിക്കുള്ളിൽ സംഭരിച്ചിരിക്കുന്നതും പുറത്തേക്ക് ഒഴുകാൻ കഴിയുന്നതുമായ ഈ താപോർജമാണ് ജിയോ തെർമൽ എനർജി എന്ന് അറിയപ്പെടുന്നത്. എങ്കിൽ നമുക്ക് ജിയോ തെർമൽ പവർ പ്ലാന്റിനെ കുറിച്ച് നോക്കാം.
ജിയോ തെർമൽ പവർ പ്ലാന്റ്. ഇത്തരം പവർ പ്ലാന്റുകളിൽ ഭൂമിക്കുള്ളിൽ നിന്ന് വരുന്ന ഉന്നത താപനിലയിലുള്ള നീരാവി പ്രത്യേക പൈപ്പുകൾ വഴി പുറത്തെടുത്ത് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിന്റെ മേന്മകൾ: ഇന്ധനം ആവശ്യമില്ല, പരിസര മലിനീകരണമില്ല, ഉൽപാദന ചെലവ് വളരെ കുറവാണ്. ന്യൂനതകൾ എന്ന് പറയുന്നത് ഹോട്ട്സ്പോട്ട് ഉള്ള സ്ഥലങ്ങളിലേ ഇത് സ്ഥാപിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അടുത്ത ന്യൂക്ലിയർ പവർ സ്റ്റേഷനെ കുറിച്ച് നോക്കാം. ആണവ വൈദ്യുത നിലയം എന്ന് മലയാളത്തിൽ പറയും. ന്യൂക്ലിയർ ഫിഷൻ വഴി സ്വതന്ത്രമാകുന്ന താപോർജ്ജം ഉപയോഗിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. ഈ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഊർജ്ജമാറ്റം: ന്യൂക്ലിയർ ഊർജ്ജം താപോർജ്ജമായി മാറുന്നു, താപോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു, അത് പിന്നെ വൈദ്യുതോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യയിലെ ആണവ നിലയങ്ങൾ നോക്കാം. താരാപൂർ മഹാരാഷ്ട്ര, റാവത്ഫഡ് കോട്ട എന്നും അറിയപ്പെടും രാജസ്ഥാൻ, കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, കൽപ്പാക്കം തമിഴ്നാട്, നറോറ ഉത്തർപ്രദേശ്. അടുത്തത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ്. ജലവൈദ്യുത നിലയം. അണക്കെട്ടുകളിൽ ഉയരത്തിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴൽ വഴി താഴേക്ക് ഒഴുക്കി ടർബൈൻ കറക്കുന്നു. ഈ യാന്ത്രികോർജ്ജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഇവ പ്രകൃതിവാതകത്തിൽ നിന്ന് ലഭിക്കുന്നു. ഇതിലെ പ്രധാന ഘടകം മീഥേനാണ്, അതൊന്ന് ഓർത്തു വെച്ചേക്കണം. ഇത് വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നു. അപ്പൊ CNGയിലെ പ്രധാന ഘടകം മീഥൈൻ. അടുത്തത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. മർദ്ദം ഉപയോഗിച്ച് പ്രകൃതിവാതകത്തെ ദ്രാവക രൂപത്തിലാക്കിയിരിക്കുന്നു. ഇതിന്റെ പ്രധാന ഘടകവും മീഥൈൻ ആണ്. അപ്പൊ CNGയുടെയും LNGയുടെയും പ്രധാന ഘടകം മീഥൈൻ ആണ്. നോക്കാം പ്രധാന ജലവൈദ്യുത നിലയങ്ങൾ. നിലയം പള്ളിവാസൽ ജില്ല ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂലമറ്റം ഇടുക്കി, ശബരിഗിരി പത്തനംതിട്ട, ഇടമലയാർ എറണാകുളം, ഷോളയാർ തൃശൂർ, കുറ്റ്യാടി കോഴിക്കോട്, പന്നിയാർ ഇടുക്കി, നേര്യമംഗലം ഇടുക്കി, ലോവർ പെരിയാർ ഇടുക്കി, കക്കാട് പത്തനംതിട്ട. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നിങ്ങളുടെ ടീച്ചർ ചിലപ്പോൾ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ടൊക്കെ ഊർജ്ജോൽപാദനത്തിന് ഉപയോഗിക്കുന്ന ചില മാർഗങ്ങൾ, മറ്റു മാർഗങ്ങളെ കുറിച്ച് എഴുതിക്കൊണ്ടുവരാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ഭാഗം നോക്കാം. താഴെ തന്നിരിക്കുന്ന മാർഗങ്ങളും ഉൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഡീസൽ, കൽക്കരി താപനിലയങ്ങൾ, തിരമാലയിൽ നിന്നുള്ള ഊർജം, ഭൂതാപോർജം, അണുശക്തി. അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് നോക്കാം. ചൂടാറ പെട്ടി. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജ്ജനഷ്ടം തടയലാണ്. ഭക്ഷണത്തിന്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറ പെട്ടി. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലഭിക്കുന്നത്. ഇതുപോലെ ഊർജ്ജനഷ്ടം തടയുന്ന മറ്റെന്തെല്ലാം ഉപകരണങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് കണ്ടെത്തി എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? തെർമോസ് ഫ്ലാസ്ക്, കാസറോൾ, റൈസ് കുക്കർ, ഇതൊക്കെ എഴുതാവുന്നതാണ്. നമുക്ക് നോക്കാം ഭാവിയുടെ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവയുടെ പരിമിതികൾ എന്തെല്ലാമാണ്? ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു, പുനരുപയോഗിക്കാൻ പറ്റില്ല, എല്ലാ കാലവും നിലനിൽക്കില്ല. ഈ പരിമിതികൾ ഇല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണല്ലോ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ എല്ലായിടത്തും എല്ലാ കാലവും ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ? ഇല്ലല്ലേ. കാറ്റിന്റെ വേഗത ഒരേപോലെയാണോ? അല്ല, പല സമയത്തും പലതാണ്. തിരമാലയുടെ കാര്യത്തിലോ? അതിലും അങ്ങനെ തന്നെയാണ്. ഒരേപോലെ എല്ലായ്പ്പോഴും തിരമാലയിൽ നിന്നും ഊർജ്ജം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്. ഇത്തരം ഇന്ധനങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതാം. ആദ്യമായി ജൈവ ഡീസൽ, ബയോഡീസൽ എന്നും പറയും. സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിഭവങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന ഇന്ധനമാണ് ജൈവ ഡീസൽ. പെട്രോളിന് പകരമായി ഇത് വാഹനങ്ങളിൽ ഉപയോഗിക്കാം. ചോളം, കരിമ്പ് എന്നിവയിൽ നിന്ന് ഉരുത്തിരിയുന്ന സെല്ലുലോസിന്റെ പഞ്ചസാര അഴുകൽ പ്രക്രിയയിലൂടെയും ഈന്തപ്പന, സോയാബീൻ, ആവണക്ക് തുടങ്ങിയവയിൽ നിന്നും ആൽഗകൾ, പായലുകൾ എന്നിവയിൽ നിന്നുമൊക്കെ ജൈവ ഡീസൽ നിർമ്മിക്കാം. 2. ഹൈഡ്രജൻ. പെട്രോളിയത്തെക്കാൾ ഉയർന്ന ഇന്ധനക്ഷമതയുള്ള ഒരു ഇന്ധനമാണ് ഹൈഡ്രജൻ. ജലത്തിൽ നിന്നാണ് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത്.
ഹൈഡ്രജൻ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതും ജലം തന്നെ. അതുകൊണ്ട് മലിനീകരണം തീരെ ഉണ്ടാകുന്നില്ല. വെള്ളത്തിന്റെ തന്മാത്രകളെ വിഘടിപ്പിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ചെലവ് കുറഞ്ഞ രീതി കണ്ടെത്തിയാൽ വരും കാലത്തെ മുഖ്യ ഊർജ്ജ സ്രോതസ്സായി ഹൈഡ്രജൻ മാറും. അതിനുള്ള ഗവേഷണങ്ങൾ ഇന്ത്യയിലടക്കം ലോകത്തിന്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ഹൈഡ്രജൻ സുലഭമാണ്. കടലിൽ വെള്ളം ഉള്ളിടത്തോളം കാലം ഹൈഡ്രജൻ തീർന്നു പോകുമെന്ന പേടിയും വേണ്ട. ഹൈഡ്രജൻ ഒരു ക്ലീൻ ഫ്യൂവലാണ്. മലിനീകരണം ഒട്ടുമില്ല. ഇവയെല്ലാം ഹൈഡ്രജന്റെ മേന്മകളാണ്. 3. ഫ്യൂവൽ സെൽ. ഹൈഡ്രജനെ ഓക്സിജനുമായി ചേർത്ത് ജലമാക്കുന്ന ഫ്യൂവൽ സെല്ലുകളും ഭാവിയുടെ ഊർജ്ജ സ്രോതസ്സുകൾ ആകാം. ഹൈഡ്രജനെ ചില പ്രത്യേകതരം സെല്ലുകളിൽ വെച്ച് ഓക്സീകരിക്കും. ടോർച്ച് സെല്ലിൽ എന്ന പോലെ ഫ്യൂവൽ സെല്ലുകളിൽ 2 ഇലക്ട്രോഡുകൾ ഉണ്ട്. അവയെ ഒരു ഇലക്ട്രോലൈറ്റ് വേർതിരിച്ച് നിർത്തിയിരിക്കും. ഇലക്ട്രോഡുകളിൽ ഒരു ഉൾപ്രേരകം പൂശിയിരിക്കും. സാധാരണ ഇത് പ്ലാറ്റിനമാണ്. ഹൈഡ്രജനിലെ പ്രോട്ടോൺ ഇലക്ട്രോലൈറ്റിലൂടെ കടന്ന് ഓക്സിജനുമായി യോജിച്ച് ജലമാകും. ഹൈഡ്രജൻ പ്രോട്ടോണായി മാറുമ്പോൾ പുറത്തുവരുന്ന ഇലക്ട്രോണുകൾ ഒഴുകി ഇലക്ട്രിസിറ്റിയായി എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നു. അതായത് ഹൈഡ്രജൻ കത്താതെ തന്നെ ജലമാകുന്നു, വൈദ്യുതിയും ഉണ്ടാകുന്നു. ഇതാണ് ഫ്യൂവൽ സെല്ലിന്റെ പ്രവർത്തനം. പാഠഭാഗം എല്ലാം കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ വിലയിരുത്താൻ പ്രവർത്തനങ്ങൾ നോക്കാം. താഴെ പറയുന്നവ അനുയോജ്യമായ രീതിയിൽ തരംതിരിക്കുക. എന്ത് അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചതെന്നും എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ, കൽക്കരി, സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ജലവൈദ്യുതി, ഡീസൽ എന്നിവയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നെ അറിയാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തരംതിരിക്കാൻ പോകുന്നത്. പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ, അതുപോലെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നിങ്ങനെ വേർതിരിക്കാം. പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ജലവൈദ്യുതി, അതവിടെ എഴുതാം. പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ പെട്രോൾ, ഡീസൽ, കൽക്കരി എന്നിവയാണ്. നമുക്കത് പറയാൻ കഴിയും. എത്ര ഉപയോഗിച്ചാലും അതേ അളവിൽ നിലനിൽക്കുന്നതും അഥവാ ഒരിക്കലും തീർന്നു പോകാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകളെയാണ് പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ. ഇവ എല്ലാ കാലവും നിലനിൽക്കുകയില്ല. അടുത്ത ചോദ്യം നോക്കാം. ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ ചേർത്ത് ആശയപടം പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ലഭിക്കുന്നത് എന്ന് അവിടെ എഴുതേണ്ടതാണ്. നമുക്ക് ഗ്യാസോലിൻ, വിറ്റമിൻ തന്നിട്ടുണ്ട്, ഡീസൽ, നാഫ്ത, മണ്ണെണ്ണ, LPG, പാരഫിൻ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഇതെല്ലാം തന്നെ എഴുതി കൊടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇപ്പോഴും ആളുകൾ വിറകടുപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. വിറകടുപ്പിന്റെ കാര്യക്ഷമത കൂട്ടുന്നതിന് എന്തെല്ലാം ചെയ്യാം? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിറകടുപ്പിന്റെ കാര്യക്ഷമത കൂട്ടുന്നതിന് എന്തെല്ലാം നിർദ്ദേശങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും? ഉണങ്ങിയ വിറകിന്റെ ചെറു കഷ്ണങ്ങൾ ഉപയോഗിക്കുക. വായുസഞ്ചാരം സുഗമമാക്കാൻ ആവശ്യമായ ഉൾവ്യാസം അടുപ്പിനുണ്ടായിരിക്കണം. ആവശ്യാനുസരണം പാത്രത്തിന്റെ വലിപ്പം ക്രമപ്പെടുത്തുക. പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാകണം. വായുസഞ്ചാരം ഉറപ്പാക്കുക. അടുപ്പിൽ വിറക് കുത്തി നിറയ്ക്കരുത്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ വിലയിരുത്താം. എല്ലാ പ്രവർത്തനങ്ങളും നോക്കിക്കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് കാണാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.